ഷിയാസ് ഉമ്മയെ നമ്മൾ 15 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ എന്നൊക്കെ പറയണ കറക്റ്റ് ആണോ? അപ്പൊ നിങ്ങൾ കളിക്കൂട്ടുകാരാണോ? ആണോ? ഷിയാസിന് എന്നെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 15 വയസ്സായില്ല. ആണോ? അതിന് മുമ്പ് കല്യാണം കഴിച്ചു. അപ്പൊ 16ാമത്തെ വയസ്സ് തികണതിന് മുമ്പ് ഷിയാസും ഉണ്ടായി. ഞങ്ങളപ്പോ 15 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. ഇപ്പൊ ഷിയാസിന് എത്ര വയസ്സുണ്ട്? ഇപ്പൊ 32 വയസ്സായി, എനിക്ക് 48 വയസ്സായി. ആണോ? മൈൻഡ് ചെയ്യുന്നു. അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെയൊക്കെ വാക്കിനെ ആരും വിശ്വസിക്കാൻ പോകും. 4 മാസം മുന്നേ അവൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ സ്റ്റാർ മാജിക് താരവും സിനിമാ നടനും അതുപോലെ തന്നെ ബോഡി ബിൽഡറും എല്ലാമായ നമ്മുടെ ഷിയാസ് കരീമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും. അതുപോലെ തന്നെ സുപരിചിതമായ മറ്റൊരു മുഖമാണ് നമുക്ക് ഷിയാസ് കരീമിന്റെ ഉമ്മ എന്ന് പറയുന്നത്. ആ ഉമ്മയുടെ കണ്ണുനീർ ഒരുപാട് ഇന്റർവ്യൂകളുടെയും അല്ലാതെയും എല്ലാം ഷിയാസ് കരീം പറഞ്ഞിട്ടും അല്ലാതെയും നമുക്ക് വളരെ അറിവുള്ളതാണ്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഷിയാസ് കരീമിന്റെ ഉമ്മ ആ മകനെ പോറ്റി വലുതാക്കിയത് എന്നുള്ളതാണ്. മകനെ വാപ്പ ഉമ്മയെ ഉപേക്ഷിച്ച ശേഷം ആ ഉമ്മ കഷ്ടപ്പെട്ടാണ് നാടൻ പണിക്ക് പോയിട്ടും കല്ല് ചുമന്നിട്ടും അതുപോലെ തന്നെ മറ്റ് വീടുകളിലെല്ലാം പണികൾ ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടാണ് ഷിയാസ് കരീമിനെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് ഷിയാസ് കരീം തന്നെ സ്റ്റാർ മാജിക്കിൻ്റെ വേദിയിലായാലും മറ്റ് ഇൻ്റർവ്യൂകളായാലും യാതൊരു മടിയും കൂടാതെ തുറന്നു പറയുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹബന്ധം കാണാൻ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത ദർഫയുമായുള്ള വിവാഹ സമയത്തെല്ലാം ഷിയാസ് കരീം ഉമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ പിടിച്ചു വെക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ഒരു സ്നേഹം അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ ഈ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ അഖിൽ മാരാർ പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പെയാണ് അഖിൽ മാരാർ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. എന്നാൽ അതിന് ഷിയാസ് കരീം ഉമ്മയും കൊണ്ട് മറുപടി കൊടുത്തത് ഈ അടുത്ത ദിവസമാണ് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ഇടയിൽ നടന്നത് എന്ന് തീർച്ചയായിട്ടും മലയാളികൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്. അഖിൽ മാരാർ പറഞ്ഞത് നമ്മുടെ ഷിയാസ് കരീം ഈ സ്വന്തം ഉമ്മയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. എന്താണ് അഖിൽ മാരാർ പറഞ്ഞത്? നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. പക്ഷെ അത് ചെറുതായിട്ട് ഒന്ന് ചൊറിഞ്ഞ പോലെ തോന്നി. നമ്മുടെ ഷിയാസ് കരീം പറഞ്ഞപ്പോ അവനെയൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു. അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെയൊക്കെ വാക്കിനെ ആരും വിശ്വസിക്കാൻ പോകും. 4 മാസം മുന്നേ അവൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. പക്ഷേ അവന്റെ വാക്കുകളെയോ അവന് വാക്കിന് മറുപടി പറയുക എന്നുള്ളതല്ല എന്റെ ഉത്തരവാദിത്വം. പക്ഷെ മാരാർ അവനെ പോയി അങ്ങോട്ട് പരിചയപ്പെട്ടാണ്. അവനെ അങ്ങോട്ടോ അത്ര അവൻ അങ്ങോട്ട് അന്ന് അവൻ ഹീറോ, അന്ന് മാരാ പിന്നെ അഖിൽ ആരുമല്ല. പക്ഷെ ഇതൊക്കെ ആര് നിങ്ങളോട് പറഞ്ഞു? അഖിൽ ആരുമല്ല. ഇതെന്ത് ബേസിൽ? ഞാൻ ആരുമല്ല. അവൻ എന്നെ ഇങ്ങോട്ടാണ് പരിചയം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടു കാണും. അഖിൽ മാരാർ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഏതാനും ചിലർ വിളിച്ചിട്ട് അഖിൽ മാരാരോട് പറഞ്ഞു ഷിയാസ് കരീം അവരുടെ ഉമ്മയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് മലയാളികൾ ഈ വിവരം അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ? അഖിൽ മാരാർക്ക് ഈ ഷിയാസ് കരീമുമായിട്ട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുള്ളത് കൊണ്ട് പറഞ്ഞതാണോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയൊക്കെ സംശയിക്കാം. ഞാനിതിൽ നിന്നും ഊഹിക്കാൻ ആഗ്രഹിക്കുന്നത് ഷിയാസ് കരീമിനോട് എന്തോ ചില വാശിയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അഖിൽ മാരാറും ഷിയാസ് കരീമും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയുന്ന ആൾക്കാർ അതൊന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ജോക്ക് എന്ന നിലയിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അഖിൽ മാരാറെ വിളിച്ച് പറഞ്ഞതാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സത്യങ്ങളൊന്നും അന്വേഷിക്കാതെ അഖിൽ മാരാർ അതൊരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞത് വളരെ മോശകരമായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പത്നി വരെ അതിൻ്റെ താഴെ വരൂ എന്ന് പല സമയത്ത് നമ്മുടെ ഷിയാസ് കരീം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് സ്നേഹമാണ് അവർ തമ്മിൽ. ആ ഒരു കോംബോയെ തെറ്റിക്കാൻ ഈ അഖിൽ മാരാറുടെ പ്രസ്താവന കൊണ്ടൊന്നും കഴിയുകയില്ല. പിന്നെ ഇവർ തമ്മിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഷിയാസ് കരീം ഗസ്റ്റായിക്കൊണ്ട് ഈ ബിഗ് ബോസ് സീസൺ 7-ൽ പോയിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ അനുമോളുടെ ഒരു പാവ പ്ലാച്ചി അവിടെ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് എറിയുകയും അതിനെക്കുറിച്ച് അഖിൽ മാരാർ വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവർ തമ്മിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അത് നമുക്ക് കാണാം. അതിൻ്റെ മുന്നേ ഇപ്പോൾ ഷിയാസ് കരീം ഉമ്മയെയും കൂട്ടിയിട്ട് ഞാൻ അടിച്ച് പുറത്താക്കി എന്നതിന് അദ്ദേഹം ഒരു വിശദീകരണ വീഡിയോവുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വിശദീകരണ വീഡിയോ ആദ്യം കാണാം. ഒരു ചാണാപ്പുഴ വന്നിട്ട് ഉമ്മ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയിരുന്നു പറഞ്ഞു. ആരും മൈൻഡ് ചെയ്യുന്നു. അവൻ ഉമ്മ അടിച്ച് പുറത്താക്കി കളഞ്ഞേക്കുന്ന അവൻ്റെയൊക്കെ വാക്കിനെ ആരും വിശ്വസിക്കാൻ പോകും. 4 മാസം മുന്നേ അവൻ്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയെന്ന് പറഞ്ഞ് പെരുമ്പാവൂരുള്ള ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. അതല്ല, ഈ ക്യാമറ എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇതാ. അതെ, ഉമ്മാനെ ഞാൻ പുറത്താക്കി. ഉമ്മ ഒരു പുസ്തകം ഒരു പുസ്തകം എല്ലാ ദിവസവും ഉമ്മ ഒരു ചാണാപ്പുഴ വന്നിട്ട് ഉമ്മാനെ ഞാൻ പുറത്താക്കിയതിന് ഇന്റർവ്യൂ പോയിരുന്നു പറഞ്ഞു. പിന്നെ അവനെ മറ്റേ കേസും കൂടി ഇരുന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞു അത് 10-17 വയസ്സായ മോനുണ്ടായി. ആ ചെറുക്കനുള്ള കാലം വരെ ഈ പെണ്ണിനെ എന്റെ മോൻ കല്യാണം കഴിക്കില്ല. അത് പോട്ടെ, അത് കോടതിയിൽ ഇരിക്കുന്ന സാർ നമ്മൾ സ്റ്റേ ഓർഡറൊക്കെ വാങ്ങിച്ചത് ഇങ്ങനെ ഇരിക്കുന്ന സാർ വിട്ടിട്ട്. പിന്നെ അതിന്റെ ഉമ്മാനെ ഞാൻ പുറത്താക്കുന്നത് എന്റെ വല്യമ്മ ധരിക്കണം.
വലിയ മരിക്കണം. ഇവരൊക്കെ റമദാൻ മാസമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോ പേടിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തതാണ്. ഞാൻ 10 കഴിച്ച് ഇരിക്കാം. ഇത് പറയണ്ടോ? ഒന്നും പറയാനില്ല. പുറത്തൊന്നും ആക്കിയിട്ടില്ല. ആരും പറയണ്ട പുറത്താക്കി. സന്തോഷത്തോടുകൂടി ആ ഉമ്മയും മകനും ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഉമ്മയെ ഞാൻ പുറത്താക്കിയോ? അതിമ പറയുന്നു, അതേ പുറത്താക്കി, രാവിലെ പുറത്താക്കി, വൈകുന്നേരം അകത്തേക്ക് ആക്കലാണ് എന്നൊക്കെ വളരെ തമാശ രൂപേണ ഷിയാസ് കരീമിൻ്റെ ഉമ്മ പറയുകയാണ്. കാരണം ഷിയാസ് കരീമും ഉമ്മയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 15 വയസ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവർ സുഹൃത്തുക്കളെ പോലെയാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും എല്ലാം. ആ ഉമ്മ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ് ആ കാര്യം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വളരെ സൗമ്യതയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ എന്തോ അഖിൽമാരാർ അത് പറഞ്ഞത് കൊണ്ട് തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കൊരു സംശയമുണ്ടായി എന്നതുകൊണ്ടാവണം ഷിയാസ് കരീം ഇത് പ്രതികരിച്ചത്. പക്ഷേ ഷിയാസ് കരീം ഈ പ്രതികരണത്തിന് അപ്പോൾ തന്നെ മറുപടി കൊടുക്കേണ്ടതായിരുന്നു. ഒരു 4 മാസം എടുത്തിട്ടൊന്നും ആയിരുന്നില്ല ഈ ഒരു പ്രശ്നത്തിന് മറുപടി കൊടുക്കേണ്ടത്. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതറിയുന്ന നാട്ടുകാരൻ വിളിച്ചു പറഞ്ഞതാണോ എന്നൊന്നും നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഷിയാസ് കരീം ഈ ഒരു പരിപാടിക്ക് തീർച്ചയായിട്ടും വിശദീകരണം നൽകാൻ വേണ്ടി 4 മാസത്തെ സമയമെടുത്തത് തീർച്ചയായിട്ടും സംശയത്തിന് ആൾക്കാർക്ക് ഇട കൊടുത്തു എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലും എല്ലാം ആൾക്കാർ ഈ സംശയം ചോദിച്ചതിന് പുറകെയാണ് അദ്ദേഹം ഇത്തരം ഒരു വിശദീകരണ വീഡിയോയുമായിട്ട് വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇനി അഖിൽമാരാരും അതുപോലെ തന്നെ ഷിയാസ് കരീം തമ്മിലുള്ള പ്രശ്നത്തിനിടയായ ആ ഒരു കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണെന്നല്ലേ? തീർച്ചയായിട്ടും നമുക്കതൊന്ന് കണ്ടു നോക്കാം. കാരണം ബിഗ് ബോസ് പോയി വന്നതിന് ശേഷം, ഇറങ്ങിയതിന് ശേഷം ഒരു ഓൺലൈൻ മാധ്യമക്കാരൻ തീർച്ചയായിട്ടും ഷിയാസ് കരീമിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അഖിൽമാരാർ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയല്ലോ. ആ ഒരു സമയത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷിയാസ് കരീം ചോദിക്കുന്നുണ്ട്, ഏത് അഖിൽമാരാർ? എനിക്കറിയില്ലല്ലോ എന്നുള്ള വളരെ പുച്ഛത്തോടു കൂടിയുള്ള ഒരു സംസാരമാണ് നമ്മുടെ ഷിയാസ് കരീമിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അഖിൽ കോട്ടാത്തല, ഈ വീഡിയോയിൽ ഷിയാസ് കരീം അഖിൽ മാരാരോ എന്ന് ആശ്ചര്യത്തോടു കൂടി ചോദിച്ച ഒരു പുച്ഛ മനോഭാവം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിനെ പ്രകോപിതനാക്കിയത്. അതിനുശേഷം പറയുന്നുണ്ട് അഖിൽ കോട്ടത്തല എന്ന് പറയുന്നത് അഖിൽ മാരാരുടെ ശരിക്കുള്ള പേരാണ്. അതിനുശേഷം സിനിമയിലെല്ലാം വന്നതിന് ശേഷമാണ് അദ്ദേഹം ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ജാതിപ്പേരായ മാരാർ എന്ന് കൂട്ടിയിട്ട് അഖിൽ മാരാർ എന്നാക്കി മാറ്റിയത് എന്നാണ് സത്യം. അത് തന്നെയാണ് ഷിയാസ് കരീം അവിടെ പറഞ്ഞു വെച്ചത്. അഖിൽ മാരാർ ഇതിന് മറുപടിയായിട്ട് ഇതിൻ്റെ മുന്നേ പറഞ്ഞത്, അദ്ദേഹം ഒരു സിനിമാ ചാൻസ് ചോദിച്ചുകൊണ്ട് ഈ അഖിൽ മാരാർ അടുത്തേക്ക് പോയിരുന്നു എന്നും ആ സിനിമയിൽ ചാൻസ് കൊടുക്കാത്തതിനുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് ഷിയാസ് കരീം ഇത്തരത്തിലുള്ള പ്രതികരണവും പെരുമാറ്റവും നടത്തുന്നത് എന്ന് തന്നെയാണ് അഖിൽ മാരാർ ഇതിന് മറുപടിയായി കൊടുത്തത്. ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഒരുപാട് കാലമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും അഖിൽ മാരാർ ഉമ്മയുമായിട്ട് അടിച്ചു പിരിഞ്ഞു എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രസ്താവന ഇൻ്റർവ്യൂവിനിടയിൽ പറഞ്ഞതും. അതിന് തീർച്ചയായിട്ടും ഇത്രയും മാസങ്ങൾക്ക് ശേഷവും ആൾക്കാരുടെ ചോദ്യം സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് ഷിയാസ് കരീമിന് മറുപടിയായിട്ട് വന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം. ഇനി ഇവർക്ക് തമ്മിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമുക്കറിയുകയില്ല. ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷിയാസ് കരീമും ഉമ്മയുമുള്ള സ്നേഹം ഇനിയും ഒരുപാട് കാലം വളരെ സൗഹൃദത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കട്ടെ. അവരുടെ കുടുംബ ബന്ധം ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബൈ.